നമസ്കാരം. നിങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഒരുപക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഇതേപോലെ നിങ്ങളുടെ ഫോണിൽ പല കളറിലുള്ള ലൈൻസ് ഇങ്ങനെ വരുന്നു. മെയിനായിട്ട് ഗ്രീൻ ലൈനാണ്. അപ്പം ഈ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇനി ഇങ്ങനൊരു പ്രശ്നം നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിലും വീഡിയോ അവസാനം വരെ കണ്ടുകൊള്ളുക. കാരണം നിങ്ങൾ ഏത് കമ്പനിയുടെ ഫോണാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിലും ഏത് സമയത്തും ഈ ഇഷ്യൂ നിങ്ങളുടെ ഫോണിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനെ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. എല്ലാ ബ്രാൻഡുകളുടെ ഫോണിലും ഈ ഇഷ്യൂസ് ഉണ്ട്. സാംസങ്ങിന്റെ ഫോണിലും ഇതേ പ്രശ്നം തന്നെ ഉണ്ട്. ഞാൻ സാംസങ്ങിന്റെ ഫോണിൽ ഈ സെയിം ഇഷ്യൂ എനിക്ക് ഉണ്ടായിട്ട് ഞാനത് സോൾവ് ചെയ്തതിനെ കുറിച്ച് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കാരണം നമ്മൾ സാധാരണ എല്ലാ പ്രൊഡക്റ്റുകളുടെയും അൺബോക്സിങ്ങും റിവ്യൂ ഒക്കെയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്നതും കസ്റ്റമേഴ്സ് ബുദ്ധിമുട്ടുന്നതിനെ കുറിച്ച് വളരെ ചുരുക്കം ക്രിയേറ്റേഴ്സ് മാത്രമേ പ്രത്യേകിച്ച് മലയാളത്തിൽ പറയുന്നുള്ളൂ. എല്ലാവരും ഒന്നും പറയുന്നില്ല. എല്ലാവരും ദിവസവും മൊബൈൽ റിവ്യൂസ് ചെയ്യുന്നുണ്ട്, അൺബോക്സിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് ഇതിന്റെ പിറകിലുള്ള കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് വളരെ ചുരുക്കം വീഡിയോകൾ മാത്രമേ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചുള്ളൂ. അപ്പം ഈ ഒരു ഇഷ്യൂനെ കുറിച്ച് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇന്ന് മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഫോണുകളാണ്. ഓരോ ആഴ്ചയിലും പുതിയ പുതിയ ഫോണുകൾ എല്ലാ കമ്പനികളും മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. പുതിയ പുതിയ മോഡലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കമ്പനികൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ ഫോണുകളും പുതിയത് കൊണ്ടുവരുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ ക്വാളിറ്റിയിൽ ഒരു രീതിയിലുള്ള ശ്രദ്ധയും ചെലുത്താതാണ് കമ്പനികൾ മാർക്കറ്റിലേക്ക് ഫോണുകൾ കൊണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള ഗ്രീൻ ലൈൻ ഇഷ്യൂസ് 99% എനിക്ക് തോന്നുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷമാണ് ഉണ്ടാകുന്നത്. അതായത് ബ്രാൻഡ് നൽകുന്ന, കമ്പനി നൽകുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേ പോകും. ഇത് ആരുടെ കുറ്റമായിട്ടാണ് സത്യത്തിൽ ബ്രാൻഡുകൾ കണക്കാക്കുന്നത്? ഈ സാംസങ്ങിന്റെ കേസിൽ ഞാൻ കുറേ മെയിൽ അയച്ച് കുറേ പുറകെ നടന്നതിന് ശേഷമാണ് ഇവർ എനിക്ക് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് തന്നത്. അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ എല്ലാ ബ്രാൻഡുകളും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ അടുത്ത സമയത്തായിട്ട് എല്ലാ ബ്രാൻഡുകളിലും ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ട് പല മോഡലുകൾക്കും അവർ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മോട്ടറോള G54 എന്ന് പറയുന്ന ഫോണാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോണുമായിട്ട് ഇന്ന് സർവീസ് സെന്ററിൽ പോയി. സർവീസ് സെന്റർ അല്ല, സത്യത്തിൽ ഇതിന്റെ ഒരു കളക്ഷൻ സെന്റർ ആണ്. മോട്ടറോളയുടെ ഫോണുകൾ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കളക്ട് ചെയ്യുന്ന കളക്ഷൻ സെന്റർ ആണ്. അവിടെ സർവീസിങ് അവർ മോട്ടറോളയുടെ ചെയ്യുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതായത് നമ്മളൊരു ഫോൺ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവീസിങ് എത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഇന്നത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഗ്രീൻ ലൈനെ കുറിച്ചാണ്. ഈ ഗ്രീൻ ലൈൻ വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് പറയാം. 2-3 രീതിയിൽ നമുക്ക് ഗ്രീൻ ലൈൻ നമ്മുടെ ഫോണിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, ഹാർഡ്വെയർ ലെവലിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ ഇതേപോലെ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് ഉണ്ടാകാം. പിന്നെ സോഫ്റ്റ്വെയർ ലെവലിലുള്ള പ്രോബ്ലത്തിലും ഇതേ പ്രോബ്ലം തന്നെ നമ്മുടെ ഫോണിൽ ഉണ്ടാകും. ഹാർഡ്വെയർ ലെവലിലുള്ള പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേയുടെ കണക്ടർ ലൂസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ എക്സ്ട്രീം ആയിട്ടുള്ള പ്രഷർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ പ്രശ്നം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതല്ല, സോഫ്റ്റ്വെയർ ലെവലിലേക്ക് പോകുമ്പോഴാണ് ബ്രാൻഡുകളുടെ സൈഡിൽ നിന്നുള്ള അവരുടെ ശ്രദ്ധക്കുറവ് മൂലം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള അപ്ഡേറ്റുകൾ നൽകാത്തത് മൂലം നമ്മുടെ ഫോണുകളിൽ ഈ രീതിയിലുള്ള ഗ്രീൻ ലൈൻ ഇഷ്യൂസ് ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 99% എനിക്ക് തോന്നുന്നത് ബ്രാൻഡുകൾ പുഷ് ചെയ്യുന്ന അവരുടെ അപ്ഡേറ്റുകളിലൂടെയാണ് ഇങ്ങനെ കസ്റ്റമേഴ്സിന്റെ ഫോണുകളിൽ ഈ ഇഷ്യൂ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഇനി ഫ്രീ ഓഫ് കോസ്റ്റ് ഇവർ ചെയ്ത് കൊടുക്കും എന്ന് തന്നെ വിചാരിച്ചോളുക. എല്ലാ ബ്രാൻഡുകളും തീരുമാനിച്ചു അവരുടെ കമ്പനികളുടെ ഫോണുകളിൽ ഇങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം എത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് അറിയാം. ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫോണ് റിപ്പയർ ചെയ്ത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണെങ്കിൽ പോലും റിപ്പയർ ചെയ്തെടുത്ത് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തുടർന്ന് മനസ്സിലാവുന്നതാണ്. ഇത് ആൻഡ്രോയിഡ് ഫോണാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമേ ഇഷ്യൂ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ഇത് ഐഫോണിൽ ഇതേ അവസ്ഥ തന്നെയാണ്. ഐഫോണാണ് സത്യത്തിൽ എനിക്ക് തോന്നി ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂസിന്റെ പ്രോബ്ലം ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഐഫോണിലാണ്. അതിനുശേഷമാണ് പിന്നീട് വന്ന ആൻഡ്രോയിഡ് ഫോണിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയത്. അപ്പോൾ തുടക്കം ഐഫോണിൽ തന്നെ, ആപ്പിൾ ഫോണിൽ തന്നെയാണ്. അപ്പോൾ ആപ്പിളിന്റെ ഫോണുകൾ എടുക്കുന്നവരാണെങ്കിലും ഇതേ പ്രശ്നം തന്നെ ഫേസ് ചെയ്യുന്നവരുണ്ട്. ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂവിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ. ഇതിന് മുമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. OnePlusന്റെ ഫോണുകളിലും പോക്കോ ഫോണുകളിലും ഒക്കെ മദർ ബോർഡ് അടിച്ചു പോകുന്ന ഒരു പരിപാടി. അപ്ഡേറ്റ് ചെയ്യുന്നു, ഉടൻ തന്നെ മദർ ബോർഡ് പോകുന്നു, ഫോൺ ഓൺ ആകുന്നില്ല, മൊത്തത്തിൽ ഫോൺ ഡെഡ് ആയി പോകുന്ന അവസ്ഥ. പലപ്പോഴും നമ്മൾ ഫോണുമായിട്ട് സർവീസ് സെന്ററിൽ ചെല്ലുമ്പോൾ നേരെ അവർ റിജക്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ആപ്പിളിന്റെ ഫോണുകൾ ആണെങ്കിൽ പോലും അതുമായിട്ട് സർവീസ് സെന്ററിൽ ചെന്ന് കഴിയുമ്പോൾ വാറണ്ടി പീരീഡിൽ അല്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ റിജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാ ബ്രാൻഡുകളും അങ്ങനെ തന്നെയാണ്, മിക്ക ബ്രാൻഡുകളും അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ചില ബ്രാൻഡുകൾ ചില പർട്ടിക്കുലർ മോഡലിൽ മാത്രം ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്, ഫ്രീ റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒക്കെ. അപ്പൊ പറഞ്ഞു വരുമ്പോൾ കമ്പനികൾ മാർക്കറ്റിലേക്ക് പുതിയ പുതിയ മോഡലുകൾ ഇറക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ. ഒരു ഫോൺ ഇറങ്ങുന്നത് തന്നെ 5 വർഷത്തെ അപ്ഡേറ്റ്, 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, സെക്യൂരിറ്റി അപ്ഡേറ്റ്, എല്ലാം വാഗ്ദാനങ്ങൾ മാത്രമായിട്ട് മാറുന്ന ഒരു
അവസ്ഥയാണ് ഇന്ന് സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മോട്ടോറോളയുടെയൊക്കെ ഫോണുകളിൽ അപ്ഡേറ്റ് വളരെ ചുരുക്കം മാത്രമേ വരുന്നുള്ളൂ. ചില മോഡലുകളിൽ മാത്രം അവർ റെഗുലർ പ്രോപ്പർ അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട്, ചില മോഡലുകളിൽ അപ്ഡേറ്റ് വരുന്നതേ ഇല്ല. മനസ്സിലായി? ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മോട്ടോറോളയുടെ ഫോണിലുണ്ട്. അതേപോലെ മറ്റു ബ്രാൻഡുകളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ആരും നമുക്ക് ഇന്ന ബ്രാൻഡിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ ബ്രാൻഡിൽ മാത്രമാണ് ഈ പ്രശ്നം എന്ന് പറയാൻ പറ്റത്തില്ല. മിക്ക ബ്രാൻഡുകളുടെ അവസ്ഥ ഇതാണ്. ഇത് മോട്ടോ G54 എന്ന് പറയുന്ന ഫോണാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ ആയിട്ട് ഞാൻ ഇന്ന് സർവീസ് സെന്റർ നോക്കി. 2 ദിവസമായിട്ട് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണ് മോട്ടോറോളയുടെ സർവീസ് സെന്റർ എവിടെയാണെന്നൊക്കെ നോക്കി. എങ്ങും തന്നെ മോട്ടോറോളയുമായി ബന്ധപ്പെട്ട നിയർ മീ മോട്ടോറോള സർവീസ് സെന്റർ നോക്കിയിട്ട് ഗൂഗിളിൽ എങ്ങും തന്നെ ഈ സർവീസ് സെന്റർ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ സത്യത്തിൽ വിചാരിച്ചത് പത്തനംതിട്ട, അടൂര്, പന്തളം അല്ലെങ്കിൽ തിരുവല്ല ഈ ഭാഗത്ത് എവിടെയെങ്കിലും മോട്ടോറോളയുടെ സർവീസ് സെന്റർ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെങ്കിൽ നിർഭാഗ്യവശാൽ മോട്ടോറോളയുടെ സർവീസ് സെന്റർ ഈ ഭാഗത്തെങ്ങുമില്ല. ഈ പത്തനംതിട്ട ജില്ലക്കാരൊക്കെ മോട്ടോറോളയുടെ ഫോൺ വാങ്ങിയിട്ടുണ്ട്, സത്യത്തിൽ പെട്ടുപോകുന്ന അവസ്ഥയാണ്. ഞാൻ പറഞ്ഞുതരാം അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് മോട്ടോറോളയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ളതാണെന്ന് തോന്നുന്ന ഒരു കളക്ഷൻ സെന്റർ കിട്ടി. പന്തളത്ത് ഒരു കളക്ഷൻ സെന്റർ ഉണ്ട്. ഞാൻ അവിടെ പോയി. അതായത് അവിടെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മോട്ടോറോളയുടെ ഇതേപോലുള്ള എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ ഫോണുമായിട്ട് നമ്മൾ അവിടെ പോകുന്നു, അത് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യുന്നു. ഇവർ നേരെ ഇത് ചെന്നൈക്ക് കൊറിയർ അയക്കും. ഇവരുടെ സർവീസ് സെന്ററിലേക്ക്, മോട്ടോറോളയുടെ ഒഫീഷ്യൽ സർവീസ് സെന്ററിലേക്ക് കൊറിയർ അയക്കും. ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ ഫോണ് തിരിച്ചു വരും. അതായത് ഒരു സർവീസ് സെന്ററിലാണ് ഇത് കൊണ്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് ഫോണിന് എന്താണ് കംപ്ലൈന്റ്, അതിന്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഫ്രീ ഓഫ് കോസ്റ്റ് ആണോ, പേ ചെയ്യണോ, എന്താണെന്നുള്ള ഡീറ്റെയിൽ നമുക്കൊരു അത്രയും സമയത്തിനുള്ളിൽ അറിയാൻ പറ്റും. പക്ഷേ ഇവിടെ മോട്ടോയുടെ കേസിൽ എന്നോട് പറഞ്ഞത് ഇത് എന്താണ് ഇതിന്റെ പ്രശ്നം എന്നറിഞ്ഞ് ഇത് നമുക്ക് ചേഞ്ച് ചെയ്ത് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുമോ ഇല്ലയോ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നേരെ ഇത് ചെന്നൈക്ക് അയക്കണം. അവിടെ ചെന്നതിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങൾ അറിയാൻ സാധിക്കത്തുള്ളൂ. അതായത് ഒരു സർവീസ് സെന്ററിൽ നമ്മൾ ഡയറക്റ്റ് ഹാൻഡ് ടു ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ അതിനുവേണ്ടി നമ്മൾ മോട്ടോയുടെ കേസിൽ 2 ആഴ്ച അല്ല 3 ആഴ്ച വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒറ്റ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നു, അവർ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് റിപ്പയർ ചെയ്ത് തരുന്നു എന്ന് തന്നെ വിചാരിച്ചുള്ളൂ. പക്ഷേ നമ്മുടെ സർവർ ഡേറ്റ് ഇതിൻ്റെ അതാണ്. നമുക്കിത് ട്രാൻസ്ഫർ ചെയ്ത് വേറൊരു ഫോണിലേക്ക് മാറ്റാനുള്ള ഒരു സൗകര്യം കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് മൊത്തം ഫോർമാറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ ഈ ഫോൺ വേറൊരിടത്തേക്ക് അയച്ചു കൊടുക്കുകയാണ്. അവിടെ ആരാണ് ഇരിക്കുന്നത്, എന്താണ് ചെയ്യുന്നതെന്നും നമുക്കറിയത്തില്ല. മനസ്സിലായോ? നമ്മുടെ എല്ലാ രഹസ്യങ്ങളും ഡേറ്റയും ഉള്ള ഈ ഫോണ് നമ്മൾ ഒരു നിമിഷം കൊണ്ട് മൊത്തം എറൈസ് ചെയ്ത് കളയേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഡേറ്റ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അയച്ചു കൊടുത്താലും ഉടൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഏകദേശം 3 ആഴ്ചയെങ്കിലും എടുക്കും ഈ ഫോൺ തിരിച്ച് നമ്മുടെ കയ്യിൽ വരാൻ. അപ്പോൾ എൻ്റെ ഈ ഒരു കേസിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഇത് റിപ്പയർ ചെയ്ത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഇത് അയക്കുകയാണെങ്കിൽ എനിക്കൊരു ഉറപ്പുമില്ല. കാരണം അവർക്ക് ഉറപ്പില്ല. കാരണം അവരിത് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്ത് നോക്കും, ഇത് ഓപ്പൺ ആക്കിയൊക്കെ നോക്കും. എവിടെയെങ്കിലും വെള്ളത്തിൻ്റെ അംശമോ വേർപ്പിൻ്റെ അംശമോ എന്തെങ്കിലും പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ വാട്ടർ ഡാമേജിൽ ഫോണിന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതെന്ന് ചിലപ്പോൾ അവർ അങ്ങനെ അത് പറഞ്ഞ് റിജക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇത് റിപ്പയർ ചെയ്ത് കിട്ടാതിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ട് ചില ഫോണുകൾക്ക്. ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഇതേപോലെ പോയിട്ട് അവർ റിപ്പയർ ചെയ്ത് ഫ്രീ ഓഫ് കോസ്റ്റിൽ അയച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ 3 ആഴ്ച നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഫോൺ മറ്റെവിടേക്കോ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു സർവീസ് സെന്റർ നമ്മുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ സർവീസ് സെന്ററിന്റെ ഒരു അത്യാവശ്യം എന്താണെന്നുള്ളത് ഇന്നാണ് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. ഫോണിന്റെ ഫീച്ചേഴ്സോ സ്പെസിഫിക്കേഷൻസോ അതിന്റെ പ്രൈസോ ഇതൊക്കെ നോക്കുന്നതിന് മുമ്പ് സർവീസ് സെന്റർ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഈ മോട്ടോറോളയുടെ സർവീസ് സെന്റർ ഇനി ഉള്ളത് കൊച്ചിയിലാണ്. ഞാൻ ഈ ഫോണുമായിട്ട് പത്തനംതിട്ടയിൽ കൊച്ചിയിൽ പോകണം. ഫോൺ ശരിയാക്കാനായിട്ട് ഞാൻ വണ്ടി ഓടിച്ച് കൊച്ചിയിൽ പോയി എന്ന് തന്നെ വിചാരിക്കുക. ഏകദേശം 2000 രൂപ എനിക്ക് ചിലവായി. ഞാൻ അവിടെ ചെല്ലുന്നുണ്ടെ അവർ പറയുകയാണ് ഇത് ഫ്രീ ഓഫ് കോസ്റ്റിൽ ചേഞ്ച് തരാൻ പറ്റത്തില്ലെന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഫോണിന്റെ ഡിസ്പ്ലേ മാറണമെങ്കിൽ ഇതിന് ഏകദേശം 8000 രൂപയോളം ഡിസ്പ്ലേക്ക് കൊടുക്കണം. ഞാൻ വണ്ടിക്കൂലിയുടെ 2000 പോയി. മൊത്തത്തിൽ എനിക്ക് ഒരു പുതിയ നല്ലൊരു ഫോൺ വാങ്ങേണ്ട പൈസ ഞാൻ ഇതിന്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാനായിട്ട് മുടക്കേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു കമ്പനിയുടെ ഫോൺ വാങ്ങിയാലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഏത് സമയത്തും ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾ സർവീസ് സെന്റർ അടുത്തുണ്ടോ എന്ന് നോക്കുക. കാരണം ഫോണിന്റെ ഡിസ്പ്ലേ പോയി. ഇപ്പൊ ഈ ഒരു ഫോണിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേ ഞാൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 സൈഡ് ഞാൻ 300 കിലോമീറ്ററിന് മേളിൽ ട്രാവൽ ചെയ്ത് വേണം ഇതിന്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ. അതായത് കൊച്ചി എറണാകുളം വരെ പോകണം എനിക്കിത് ശരിയാക്കാനായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം മറ്റൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ യാത്ര ലാഭമാണ്, എന്റെ സമയം ലാഭമാണ്, ടെൻഷൻ ഇല്ല. അടുത്തെവിടെങ്കിലും പോയിട്ട് റിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് ഇതിന് സംഭവിക്കുക എന്നുള്ള കാര്യം അറ്റ്ലീസ്റ്റ് അറിയാനെങ്കിലും പറ്റും. മോട്ടോറുടെ കേസിൽ അതുപോലും ഇല്ല. കളക്ഷൻ സെന്റർ മാത്രമാണ് ഇവർ
അവർ പലയിടങ്ങളിൽ സർവീസ് സെന്റർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മോട്ടോറോളയുടെ ഫോൺ കൊള്ളത്തില്ല, എടുക്കരുതെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ താല്പര്യത്തിന് എന്ത് വേണമെങ്കിലും ഡിസൈഡ് ചെയ്യാം. പക്ഷേ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത്. അപ്പം ഇതിനോടൊപ്പം ചേർത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത് ഏത് ഫോണിലും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒരു കാരണവശാലും ഏത് ബ്രാൻഡിന്റെ ഫോൺ ആണെങ്കിലും അപ്ഡേറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ചാടി കയറി ചെയ്യരുത്. ഈ അപ്ഡേറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ നോക്കണം. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓരോ പുതിയ അപ്ഡേറ്റ്സിലും എന്താണ് അതിന്റെ ഒരു ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്, ഫോൺ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ, എന്തെങ്കിലും ബഗ്ഗുകളുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിലായിട്ട് എല്ലാ മോഡലുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്ത് മോണിറ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യാവൂ. ചാടി കയറി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ അപ്ഡേറ്റിൽ ഇങ്ങനെ ഒരു ബഗ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫോണിനും ഇതേപോലെയുള്ള പ്രശ്നം വന്ന് അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഫോണിൽ ഒരു അപ്ഡേറ്റ് സ്കിപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അപ്പം നിങ്ങളുടെ അപ്ഡേറ്റ് സ്റ്റേബിൾ ആണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഫോണിൽ അപ്ഡേറ്റുകൾ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം, ഇതേപോലെ ഈ ഫോണിൽ ഒരു സിംഗിൾ ലൈൻ വന്നെന്ന് പറഞ്ഞാലും നിങ്ങൾ അത് സർവീസ് സെന്ററിൽ കൊണ്ട് കാണിച്ചിട്ട് അതിന്റെ സൊല്യൂഷൻ എന്താണെന്നുള്ള അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ചില കമ്പനികൾ റിജക്ട് ചെയ്യും. അപ്ഡേറ്റിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. കാരണം അപ്ഡേറ്റിലൂടെ വരുന്ന എല്ലാ ഇഷ്യൂസും അത് കമ്പനിയുടെ ഉത്തരവാദിത്തമായിട്ട് തന്നെ ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പറ്റുന്ന ഒരു മിസ്റ്റേക്കിലല്ല, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഡാമേജിൽ നിന്നല്ല ഫോണിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ കമ്പനി അത് ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കേണ്ടത് ഓരോ ബ്രാൻഡുകളുടെയും ഉത്തരവാദിത്തം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ സർവീസ് സെന്ററുമായിട്ട് ബന്ധപ്പെടുക, കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടുക, ഇതിനെന്താണ് സൊല്യൂഷൻ എന്നുള്ളത് അവരോട് കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ ഇതിൽ ആദ്യം ഒരു ലൈനായിരുന്നു ഈ ഫോണിൽ വന്നത്, ഒരു ഗ്രീൻ ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പതുക്കെ 2 ലൈനായി, 3 ലൈനായി, ഇപ്പം എണ്ണിയാൽ തീരാത്തത്ര ലൈനുകൾ ഇപ്പോൾ ഈ ഫോണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്ക കമ്പനികളുടെയും ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ കമ്പനികളൊക്കെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലം കൂടെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം കസ്റ്റമേഴ്സ് എത്ര കണ്ട് സ്ട്രഗിൾ ചെയ്യുന്നു, ബുദ്ധിമുട്ടുന്നു എന്നുള്ള കാര്യം കൂടെ കമ്പനികൾ മനസ്സിലാക്കണം, ബ്രാൻഡുകളെല്ലാം അത് മനസ്സിലാക്കണം. കാരണം ഈ ഒരു ഫോണിന് ഈ ഒരു ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇന്നത്തെ ദിവസം മൊത്തം എൻ്റെ നഷ്ടപ്പെട്ടു. ഒരു രീതിയിലുള്ള സൊല്യൂഷൻ ഉണ്ടായിട്ടില്ല. ഇതിൽ കുറേ ഡേറ്റയുണ്ട്. ഞാൻ സർവീസ് സെന്ററിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഈ സാധനം ചെന്നൈക്ക് അയക്കണം, 2-3 ആഴ്ച കഴിഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ മനസ്സിലാക്കാനായിട്ട് വേണ്ടി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോകളൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. ഇതിനും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഫോണിന്റെ ഡിസ്പ്ലേ പോയാ കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? പുതിയ അപ്ഡേറ്റ് അത് ഗ്രീൻ ലൈൻ.